ഹലോ ഗഡീസ്, അപ്പോൾ നമസ്കാരം കേട്ടോ. ഇത് നമ്മുടെ നോമ്പ് തുറയുടെ പാർട്ട് 2 വീഡിയോ ആട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് പോയി കാണട്ടാ, അത് ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് നോമ്പ് എടുക്കണതാട്ടോ. അങ്ങനെ പുലർച്ചെ 4:30 എണിച്ചിട്ടാട്ടാ ഈ പരിപാടികളൊക്കെ ചെയ്യണം. കഴിക്കാൻ ചോറും ബീഫ് കറിയും പിന്നെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഈ കപ്പിലുള്ളത് കഞ്ഞിവെള്ളാട്ടോ. കഞ്ഞിവെള്ളം കുടിച്ചാൽ എനർജി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു, അത് കാരണം ഞാൻ അത് കുടിച്ചു. എല്ലാവരും നോമ്പ് പറയണത് കേൾക്കല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് നോമ്പ് എടുത്തിട്ടില്ല ഗായ്സ്. അപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ എന്താ സംഭവിക്കാന്ന്. കാരണം എന്റെ ആദ്യത്തെ നോമ്പ്. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടാ. ഉറക്ക കൂടുതൽ ആണോ അതോ ചൂടാണോ അതോ വിശപ്പാണോ എന്നൊന്നും അറിയില്ല. രാവിലെ എണിച്ചിട്ട് ഒരുമാതിരി എന്തോ വെപ്രസന്റ്. നോക്കിയപ്പോഴാണ് സമയം 11:29. 11:30 പിന്നെ കറണ്ടും ഇല്ല. വിശപ്പുണ്ടോ ചോദിച്ചാൽ വിശപ്പുണ്ട്, എന്നാലും നോമ്പ് എടുത്തില്ലേ. അപ്പൊ എന്തായാലും നോമ്പ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം നടന്നു നോക്കി, കുറച്ചു നേരം ഇരുന്ന് നോക്കി, കുറെ കടന്ന് നോക്കി. കറണ്ട് ഇല്ലാത്ത കാരണം വല്ലാത്ത ചൂട്. അപ്പൊ ഞാൻ പറയാം ആദ്യമായിട്ട് അത്ര കറണ്ട് പോണത്. അതും ഞാൻ കാരണം. ഇവനിങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇവൻ അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരയ്ക്കൂട്ടാ. ഇതൊക്കെ അവൻ വരച്ച ചിത്രങ്ങളാണ്. ഞാൻ പൊക്കി പറയണല്ല കേട്ടാ, ഒറിജിനാലിറ്റി പറഞ്ഞാൽ ഇതാണ് ഒറിജിനാലിറ്റി. അടിപൊളി സാധനങ്ങൾ. അങ്ങനെ സമയം കളയാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോ ഈ ബുക്ക് എന്റെ കൈ വിട്ടുട്ടാ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, എല്ലാം മറിച്ചു നോക്കി. ഏതാ അവന്റെ ചിരി. നോമ്പ് എടുത്താണെന്ന് പോലും പറയില്ല. ഞാനിവിടെ ചന്ദനമഴ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും. ഇത് ശരിക്കും പറഞ്ഞ ചന്ദനമഴ അഭിനയൊന്നും അല്ല കേട്ടാ. ശരിക്കും പറഞ്ഞ നല്ല വയറുവേനയാണോ തലവേനയാണോ എന്തൊക്കെയോ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നും നടന്നും കുറെ സമയം പോയി. അങ്ങനെ ഏകദേശം 6 മണി 6:05 ആയപ്പോഴത്തേനും ഉമ്മുമ്മ ഇവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടാ. ഉമ്മുമ്മ അടിപൊളിയായിട്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കൂട്ടാ. ഇതൊക്കെ കാണുമ്പോ കഴിക്കാൻ തോന്നുന്നുണ്ട്, എന്നാലും വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മാത്രല്ല കേട്ടാ, അവന്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു. കഴിക്കാനും ഉമ്മ കുറെ നിരവധി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറയണ പോലെ ഇവിടെ ഈന്തപ്പഴം തൊട്ട് ബിരിയാണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സുകളും ചോറും അല്ലാണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അടിപൊളിയായിരുന്നു എന്തായാലും. അങ്ങനെ ഞാൻ അത് കേട്ടു ഗായ്സ്. അങ്ങനെ ഓരോ വിളിയും കാത്തെന്ന് പറയണ പോലെ ഞാൻ വാഗ് നോക്കി നിക്കാട്ടാ. വാഗ് കൊടുത്തു. പിന്നെ ഞാനൊന്നും നോക്കില്ലട്ടാ, ഞാൻ ഓടിപ്പോയിട്ട് ഇതിന്റെ ഒരു നടപ്പ് പോലെ തന്നെ ഈന്തപ്പഴം തന്നെ ആദ്യം കഴിച്ചു. പിന്നെ ആ വെള്ളം, ഇത് കഞ്ഞിവെള്ളം കേട്ടാ, ഇത് വേറൊരു വെള്ളം. പക്ഷെ നിങ്ങൾക്കറിയോ, ഞാൻ ഈ വെള്ളം കുടിച്ച് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. ആ നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറെ കഴിക്കാം ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിരുന്നത്. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, കുറച്ചേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നോമ്പ് എടുത്തിട്ട് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്നും കമന്റ് ചെയ്യണേ. ഈ കുറച്ച് കഴിക്കണ ഒരു അവസ്ഥ. പിന്നെ ഈ നോമ്പ് എടുക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് നോമ്പ് എടുത്ത് നോക്കിട്ടാ, അപ്പോഴാ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്ര ഉള്ളോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാനൊക്കെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.